എൻ്റെ പേര് ഷൈനി. ഞാൻ പേരാമ്പ്ര സെൻറ്റ് ഫ്രാൻസിസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഒരു വർഷം മുമ്പ് എനിക്ക് യൂട്രസ് റിമൂവ് ചെയ്യാനുള്ളൊരു സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അനസ്തേഷ്യ തരുമ്പം വേദന എടുക്കും, അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അന്ന് ഞാനിവിടെ എൽ റുഹയെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഇവിടെ വന്നിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ, എനിക്കൊരു തിങ്കളാഴ്ചയാണ് സർജറി, ആ തലേ ശനിയാഴ്ച ഇവിടെ വന്ന് ആരാധനയുടെ സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അച്ഛൻ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു, യൂട്രസ് റിമൂവ് ചെയ്യാൻ പോകാൻ ഭയപ്പെട്ടിരിക്കുന്ന ഒരു സഹോദരിയോട് കർത്താവ് പറയുന്നു, ഞാൻ കൂടെയുണ്ട്, ധൈര്യമായിട്ട് പൊക്കോന്ന് പറഞ്ഞെന്ന് ടീച്ചർ വന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ച എനിക്ക് സർജറിയാണ്. അനസ്തേഷ്യയായിരുന്നു എനിക്ക് ഏറ്റവും പേടി. അനസ്തേഷ്യ തന്നത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ഒരു സൂചി കൊണ്ടൊരു തൊടുന്ന പോലെ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. സർജറി കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് ഒരു പെയിനും ഇല്ലായിരുന്നു. ഓരോ ദിവസവും ഡോക്ടർ വന്ന് ചോദിക്കും പെയിൻ കുറവുണ്ടോ എന്ന്. പക്ഷേ എനിക്ക് പെയിൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടേ ഇല്ല. രണ്ടാമത്തെ സാക്ഷ്യം, കാനഡയിലായിരിക്കുന്ന എൻ്റെ മകന് ഇവിടുത്തെ IELTS പരീക്ഷ പോലെ അവിടെ ഒരു പരീക്ഷ എഴുതാനുണ്ട്. അപ്പോൾ അവൻ ജോലി ചെയ്യുന്ന മലയാളികളുടെ കൂടെയാണ്, അവൻ്റെ കൂടെ താമസിക്കുന്ന എല്ലാം മലയാളികളാണ്. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ എനിക്ക് എന്താണെങ്കിലും അത് കിട്ടുകയില്ല. അപ്പം ഞാൻ പറഞ്ഞു, നീ ധൈര്യമായിട്ടിരുന്നോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടുന്ന് ഒരു ഏകദിന കൺവെൻഷൻ ഏറ്റെടുത്ത് നടത്താമെന്ന് നേർച്ച നേർന്നു. അങ്ങനെ അവൻ ആ പരീക്ഷ ഉന്നത വിജയത്തോടെ പാസ്സാകാൻ വേണ്ടി അവന് സാധിച്ചു. അടുത്ത സാക്ഷ്യം, അവന് പഠിച്ചതനുസരിച്ചുള്ള ജോലി അല്ലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. BTech കഴിഞ്ഞാണ് അവിടെ പോയി അതിൻ്റെ PG എടുത്തു. പക്ഷേ അതനുസരിച്ചുള്ള ജോലി അല്ലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഒരു നല്ല ജോലിക്ക് വേണ്ടി കുറേ ശ്രമിച്ചു, കിട്ടിയില്ല. അപ്പം ഞാനിവിടെ നേർന്നു, പിന്നെ നല്ലൊരു ജോലി ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ശമ്പളത്തിൻ്റെ ദശാംശം എൽ റുഹയിൽ കൊടുത്തേക്കാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവനൊരു ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂവും റിട്ടൺ ടെസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല രീതിയിൽ പാസ്സായി, നല്ല ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചു. അതിനുശേഷം ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അമ്മ ഇപ്പോൾ പോയി സാക്ഷിയൊന്നും പറയണ്ട, ഓരോ മാസത്തെ ട്രെയിനിങ് ആണ്, ട്രെയിനിങ് കഴിയുമ്പം ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർ പിരിച്ചു വിടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. 7 ഏകദിന കൺവെൻഷൻ ഇവിടെ വന്ന് തുടർച്ചയായിട്ട് കൂടിക്കോളാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ അവന് ജോലി കയറിയിട്ട് 2 മാസമായി, യാതൊരു കുഴപ്പമില്ല, അവിടെ തന്നെ തുടരുന്നു. ദൈവത്തിന് നന്ദി പറയാം. നല്ല സാക്ഷ്യങ്ങളാണ് കേട്ടോ.